ഈ അദ്ദേഹം പറയുന്ന കോളേജുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കോളേജുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്നാണ്, പലതും ജപ്തി നേരിടുന്നു എന്നാണ് മുൻ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SNDP യോഗം പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെഡ് ഓഫീസ് ഇപ്പോൾ ജപ്തിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ ഹെഡ് ഓഫീസ് ജപ്തിയിലായിരുന്നു, 15 കോടി ദുരുപയോഗം ചെയ്തു, അതിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. അദ്ദേഹം കൊണ്ടു നടക്കുന്ന സമുദായത്തിൻ്റെ സ്ഥാപനം ആ രൂപത്തിൽ പോകുന്നു, വലിയ കടത്തിലാണെന്ന് പറയുന്നു. ഈ പറയുന്ന പലയിടത്തും കോളേജുകൾ തുടങ്ങാൻ പറയുമ്പോൾ അവരോട് ആ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് പണം നൽകുന്നില്ല, ഓരോ ഭാഗത്തും സ്വന്തം നിലയ്ക്ക് തുടങ്ങിക്കോളൂ എന്ന് പറയുക, അവർ കടത്തിലാവുക, ബുദ്ധിമുട്ടുക. ഇതാണ് മലബാറിലും കണ്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു വിഷയം. ഇനി CPM-ന്റെ പ്രതികരണം നോക്കൂ. വളരെ നേരത്തെ ഈ കാര്യത്തിൽ ഇന്ന് വൈകിട്ട് പ്രതികരിച്ചത് M. സ്വരാജാണ്. M. സ്വരാജ് വെള്ളാപ്പള്ളിയെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേരളം ഇത് തിരിച്ചറിയും, കേരളം ഇത് തള്ളിക്കളയുമെന്നാണ് പറയുന്നത്. കേരളം തള്ളിക്കളയും എന്ന് പറയുന്നിടത്ത് ഇവിടെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി അത് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ വർഗീയ പ്രസംഗം നടത്തിയ നേതാവിനെയാണ് അവിടെ ഇരുത്തിക്കൊണ്ട് ഇത്രയധികം പുകഴ്ത്തുന്നത്. അപ്പോൾ പുകഴ്ത്തുമ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ്? തനിക്കെതിരെ കേസെടുത്തോളൂ എന്നാണ്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഈ കേരളത്തെ.